മാടത്തരുവിയിലെ കൊലപാതകം. 1966 ജൂൺ 15 രാത്രി റാന്നിക്കടുത്തുള്ള മന്ദമാരുതി എന്ന പ്രദേശത്ത് താമസക്കാരനായ ഉണ്ണിമേശ്ശേരി ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേൾക്കുന്നു. കൊല്ലരുതേ, രക്ഷിക്കണേ എന്നെല്ലാമുള്ള വിളികൾ ഉണ്ണിമേശ്ശേരി കേട്ടെങ്കിലും അവിടെ ഒഴുകുന്ന മാടത്തരുവിയുടെ സമീപത്ത് താമസിക്കുന്ന ഒരു കള്ളുകുടിയന്റെ വീട്ടിൽ നിന്ന് സ്ഥിരമായി വഴക്കും ബഹളവും കേൾക്കാറുള്ളതുകൊണ്ട് അയാളത് കാര്യമാക്കിയില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ മാടത്തരുവിയുടെ സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. അവരുടെ മുഖം ഭാരമുള്ള എന്തോ ഒന്നുകൊണ്ട് ഭാഗികമായി ഇടിച്ചു തകർത്തിരുന്നു. അവരുടെ കഴുത്ത് മുറിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവി വരെ കഴുത്തിലൂടെ കത്തികൊണ്ട് വരഞ്ഞ പാടുണ്ടായിരുന്നു. ഇതുകൂടാതെ ദേഹമാസകലം ധാരാളം പരിക്കുകളും കത്തിക്കുത്തേറ്റ പാടുകളും ഉണ്ടായിരുന്നു. മൃതദേഹത്തിനടുത്തായി ഒരു ബാറ്ററി ടോർച്ചും കിടപ്പുണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിന്റെ ഉടമ തൊമ്മി എന്നയാൾ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി. അന്നത്തെ റാന്നി പോലീസ് ഇൻസ്പെക്ടർ കരുണാകര മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടേക്ക് പാഞ്ഞെത്തിയത്. ഇൻക്വസ്റ്റ് നടത്തി സംഭവം മേലധികാരികളുടെ ശ്രദ്ധയിലും പെടുത്തി. അപ്പോഴും ഈ കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്നോ ഇവർ എന്തിന് ഈ രാത്രിയിൽ ഇവിടെ വന്നെന്നോ പിടികിട്ടിയില്ല. പിന്നീട് പത്തനംതിട്ട സർക്കിൾ ഇൻസ്പെക്ടർ KM ജോസഫ് സ്ഥലത്തെത്തി. അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒരു ഗവൺമെന്റ് സർജനെ അക്കാര്യം ചെയ്യുന്നതിനായി എത്തിക്കുകയും ചെയ്തു. അന്നത്തെ സാഹചര്യത്തിൽ ഈ ബോഡി അവിടെ നിന്നും വനത്തിലൂടെ ചുമന്നുകൊണ്ട് പോകുന്നതിന് പകരം അവിടെ ഒരു മറ തീർത്ത് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു ചെയ്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടത്തി സ്വാഭാവികമായും വയറിലും നെഞ്ചിലുമേറ്റ മുറിവുകളാണ് മരണകാരണമെന്നും പിന്നീട് റിപ്പോർട്ട് വന്നു. പിന്നീടുള്ള ആവശ്യങ്ങൾക്കായി ശവശരീരത്തിന്റെ ഫോട്ടോ എടുത്തു. ശേഷം മൃതദേഹത്തിൽ നിന്നുള്ള ആഭരണങ്ങളും മറ്റു വസ്ത്രങ്ങളും തിരിച്ചറിയുന്നതിനായി സൂക്ഷിച്ച ശേഷം ആ ശവശരീരം അവിടെ തന്നെ ഒരു കുഴിയെടുത്ത് മറവ് ചെയ്യുകയും ചെയ്തു. അതോടെ ആ അജ്ഞാത മൃതദേഹത്തിന്റെ കഥ അവിടെ അവസാനിക്കുമെന്നെല്ലാവരും കരുതി. എന്നാൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാൻ പോകുന്ന ഒരു തെളിവാണ് അവർ മറവ് ചെയ്തതെന്ന് അപ്പോൾ ആരും തിരിച്ചറിഞ്ഞില്ല. പിറ്റേ ദിവസം ചില പത്രങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. മന്ദമാരുതി വനത്തിനടുത്ത് ക്രിസ്ത്യൻ സ്ത്രീയുടെ അജ്ഞാത മൃതദേഹം എന്നാണ് മനോരമ അന്ന് തലക്കെട്ട് നൽകിയത്. ആ സ്ത്രീ ധരിച്ചിരുന്ന ചട്ടയും മുണ്ടും മറ്റാഭരണങ്ങളും അവരൊരു ക്രിസ്തുമത വിശ്വാസിയാണ് എന്നത് ശരിവെക്കുന്നതായിരുന്നു. ഈ വാർത്ത ആലപ്പുഴ ജില്ലയിലെ അവിലോക്കുന്ന് എന്ന ഗ്രാമത്തിലും എത്തിച്ചേർന്നു. അവിടെയായിരുന്നു മറിയക്കുട്ടിയുടെ വീട്. അവർ വീട്ടിൽ നിന്നും 2 ദിവസം മുമ്പേ ചങ്ങനാശ്ശേരി പള്ളിയിലേക്കെന്ന് പറഞ്ഞു പോയിരുന്നു. പക്ഷെ മടങ്ങി വന്നില്ല. അവരുടെ വേഷവും ചട്ടയും മുണ്ടുമായിരുന്നു. മറിയക്കുട്ടി 3 തവണ വിവാഹിതയായിരുന്നു. അവർക്ക് 4 മക്കളും ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ ഉടനെ തന്നെ അതിൽ മൂത്ത മകളും മറിയക്കുട്ടിയുടെ അമ്മയും കൂടെ റാന്നിയിലേക്ക് പോയി. മൃതദേഹം മറവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എങ്കിലും പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും കണ്ട് അവർ ആളെ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ടത് മറിയക്കുട്ടി തന്നെ. ഇനി ഒരൽപ്പം ഫ്ലാഷ് ബാക്ക്. 1962 ക്ഷാമകാലം. അന്ന് ആലപ്പുഴയിലെ സെന്റ് ജോർജ് പള്ളിയിലേക്ക് ഒരു വൈദികൻ സ്ഥലം മാറിയെത്തുന്നു. പള്ളികളിൽ കൂടി ഗോതമ്പും അമേരിക്കൻ മാവും ഒക്കെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന കാലമായിരുന്നു അത്. തന്റെ ഇടവക അല്ലാഞ്ഞിട്ടും ഗോതമ്പ് മേടിക്കാനായി സ്ഥിരമായി പള്ളിയിൽ ചെന്നിരുന്ന മറിയക്കുട്ടിയും പുതിയ വൈദികനും പരസ്പരം അടുക്കുകയും അതൊരു ഗർഭത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. മറിയക്കുട്ടിയുടെ അപ്പോഴത്തെ ഭർത്താവ് തളർവാദം വന്ന് കിടക്കുകയായിരുന്നു. 1964 ആയപ്പോഴേക്കും ആ വൈദികൻ അവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം എന്നായിരുന്നു. ആലപ്പുഴയിൽ അദ്ദേഹം ഫാദർ ഓണംകുളം എന്ന പേരിൽ അറിയപ്പെട്ട സന്മനസ്കനായ ഒരു പിതാവായിരുന്നു. അയാൾ സ്ഥലം മാറിപ്പോയെങ്കിലും മറിയക്കുട്ടി ആ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തി. അച്ഛൻ പോയതോടെ മറിയക്കുട്ടിയും കുടുംബവും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. ഗതികെട്ട അവർ എല്ലാ മാസവും ഈ ഇളയ കുട്ടിയെയും എടുത്ത് നേരെ ചങ്ങനാശ്ശേരിക്ക് പോകാൻ തുടങ്ങി. അവിടെ ചെന്ന് അച്ഛനെ കാണും. 100 150 മേടിക്കും, തിരിച്ചു പോരും. അന്ന് 100 രൂപയ്ക്ക് ഒരു പവൻ സ്വർണം കിട്ടുമെന്ന് ഓർക്കണം. അങ്ങനെ മറിയക്കുട്ടിയുടെ ദാരിദ്ര്യം മാറി. വീട്ടുസാധനങ്ങളും സ്വർണവും വസ്ത്രവും എല്ലാം അവർ യഥേഷ്ടം വാങ്ങിക്കൂട്ടി. പരിചയമുള്ള കച്ചവടക്കാർ അവർക്ക് കടം നൽകാനും മടിച്ചില്ല. കാരണം അവർ 1 മാസത്തിനകം പണം കൃത്യമായി നൽകുമെന്ന് അതിനോടകം അവർക്കറിയാമായിരുന്നു. ഏകദേശം 2-3 വർഷം കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. 1966 ആയപ്പോൾ കാര്യങ്ങളൊന്ന് കലങ്ങി.
അപ്പോഴേക്കും മറിയക്കുട്ടി പുതിയൊരു ആവശ്യം ഉന്നയിച്ചു. അച്ഛൻ പട്ടം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണം, വിവാഹം കഴിക്കണം എന്നതായിരുന്നു ഡിമാൻഡ്. അത് പക്ഷേ ഫാദർ ഓണംകുളത്തിന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയ്ക്കടുത്തുള്ള അതിപുരാതന ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. എന്തായാലും 1966 ജൂൺ 15-ാം തീയതി മറിയക്കുട്ടി പതിവ് പോലെ ചങ്ങനാശ്ശേരിക്ക് പോകാനായി വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. എന്നാൽ പതിവിന് വിപരീതമായ ഇളയ മകൻ ജോയ്മോനെ കൂടെ കൂട്ടിയില്ല. ഈ തവണ ഒറ്റയ്ക്കെത്താനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്നവർ വീട്ടിൽ പറയുകയും ചെയ്തു. എന്നാൽ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തിരുവല്ലയിലെത്തിയ ഫാദർ ബെനഡിക്ട് ഓണംകുളം റാന്നിയിലെ മന്ദമാരുതിയിലേക്ക് പോകാൻ ഒരു ടാക്സി അന്വേഷിച്ചു. അച്ഛൻ അപ്പോഴും ലോഹ ധരിച്ചിരുന്നത് കൊണ്ടാണ് ടാക്സി ഡ്രൈവർമാർ ഇതോർക്കാൻ കാര്യം. വൈദിക വേഷധാരിയും ഒരു യുവതിയും കൂടി ടാക്സി അന്വേഷിക്കുക അത്ര പതിവ് കാര്യമല്ലല്ലോ. മാത്രമല്ല, അന്ന് അധികം ടാക്സി കാറുകളും അവിടെയില്ല. അവിടെ നിന്ന് ഒരു കാറിൽ അവർ റാന്നിയിലേക്ക് പുറപ്പെട്ടു. മറിയക്കുട്ടിക്ക് റാന്നി ഒരു പരിചയവുമില്ലാത്ത സ്ഥലമാണ്. എന്നാൽ ഫാദർ ബെനഡിക്റ്റിന് റാന്നി നല്ല പരിചയമായിരുന്നു. ആലപ്പുഴയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം റാന്നിയിൽ ജോലി ചെയ്തിരുന്നു. റാന്നിയിലെത്തിയ വൈദികനും മറിയക്കുട്ടിയും ടാക്സി പറഞ്ഞു വിട്ട ശേഷം മന്ദമാരുതിയിലേക്ക് നടന്നു. ഇവരെ കണ്ടവർ പലരും പിന്നീട് ഈ കേസിൽ മൊഴി നൽകുകയും ചെയ്തു. സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു സ്ത്രീയും ലോഹ ധരിച്ച ഫാദർ ബെനഡിക്ട് ഓണംകുളവും നടന്നു നീങ്ങുന്നത് ഒന്നിൽ കൂടുതൽ പേർ അന്ന് കണ്ടിരുന്നു. പിന്നീട് അതേ രാത്രിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഉണ്ണിമേശ്വരി ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നതും മറ്റ് സംഭവ വികാസങ്ങളും ഉണ്ടായത്. കൊല്ലപ്പെട്ടത് മറിയക്കുട്ടി തന്നെയാണെന്ന് അവരുടെ അമ്മയും മകളും തിരിച്ചറിഞ്ഞതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോയ മറിയക്കുട്ടി എങ്ങനെ അവർക്ക് ഒരു പരിചയവുമില്ലാത്ത മാടത്തെരുവിലെത്തി കൊല്ലപ്പെട്ടു എന്നതാണ് അവരെ കുഴക്കിയത്. എന്നാൽ അവർ പോയത് പള്ളിയിലേക്കാണെന്ന് വീട്ടുകാർ മൊഴി നൽകി. കേസ് കൈകാര്യം ചെയ്തിരുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ KM ജോർജും DYSP രാമനാഥനുമായിരുന്നു. ഇരുവരും പ്രഗത്ഭർ. അന്ന് കൊല്ലം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ജയറാം പടിക്കലും സഹായത്തിനായി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പല പത്രങ്ങളിലായി വാർത്തകൾ വന്നു തുടങ്ങി. മറിയക്കുട്ടി വധക്കേസിന് പിന്നിൽ ഒരു വൈദികനാണ് എന്നുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയർന്നു. അതേസമയം തന്നെ സഭയെയും വൈദികനെയും തേജോവധം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള ആരോപണവും മറുഭാഗത്ത് നിന്ന് ഉയർന്നു. 1965-67 കാലഘട്ടത്തിൽ കേരളത്തിൽ രാഷ്ട്രപതി ഭരണമാണെന്നത് ഓർക്കണം. അതായത് ഒരു സംസ്ഥാന ഗവൺമെന്റ് നിലവിലില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ഗവർണർ ഭഗവാൻ സഹായിക്കായിരുന്നു സംസ്ഥാനത്തിന്റെ ഭരണ ചുമതല. ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമായതോടെ പോലീസ് പഴുതടച്ച് കേസ് അന്വേഷിച്ചു. അതിന്റെ ഫലമായി ഫാദർ ഓണംകുളത്തിനെ അറസ്റ്റ് ചെയ്തു. ആദ്യമൊന്നും അദ്ദേഹം ഒന്നും സമ്മതിച്ചില്ലെങ്കിലും പോലീസ് കൃത്യമായ തെളിവുകൾ നിരത്തുകയും ദൃക്സാക്ഷി മൊഴികൾ സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. ലോഹ ഊരി തന്നെ വിവാഹം കഴിക്കണമെന്ന് മറിയക്കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അഭിമാന സംരക്ഷണാർത്ഥം ചെയ്തു പോയതാണ് എന്ന് അദ്ദേഹം കുറ്റമേറ്റു പറഞ്ഞു. പിന്നീട് തെളിവെടുപ്പിനായി അദ്ദേഹത്തെ റാന്നിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒളിപ്പിച്ചു വച്ചിരുന്ന കത്തി ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. ശേഷം അന്നത്തെ ക്രിമിനൽ നിയമപ്രകാരമുള്ള പ്രാഥമിക വിചാരണ അടൂർ കോടതിയിൽ നടന്നു. കേസ് സെഷൻസ് കോടതിയിലെത്തി. അന്ന് കുഞ്ഞിരാമൻ വൈദ്യരായിരുന്നു സെഷൻസ് ജഡ്ജി. KT തോമസ് എന്ന അന്നത്തെ പ്രശസ്ത ക്രിമിനൽ വക്കീലാണ് ഫാദറിന് വേണ്ടി ഹാജരായത്. പബ്ലിക് പ്രോസിക്യൂട്ടർ വേലപ്പൻ പിള്ളയായിരുന്നു. കേസിലെ പ്രധാന സാക്ഷികളെയെല്ലാം വിസ്തരിച്ചു. പ്രധാന സാക്ഷികളായ അമ്മ, മകൾ കൂടാതെ മറിയക്കുട്ടിയുടെ സഹോദരനെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ സഹോദരൻ മാത്രം കൂറുമാറി പ്രതിഭാഗം ചേർന്നിരുന്നു. മറ്റു സാക്ഷികൾ, അതായത് റാന്നിക്ക് പോകുമ്പോൾ ഇവരെ കണ്ടവർ എല്ലാവരും തന്നെ അനുകൂല മൊഴി നൽകി. എന്നാൽ ടാക്സി ഡ്രൈവർ കൂറുമാറി. അപ്പോഴും ആ ടാക്സി ഏർപ്പാടാക്കി കൊടുത്ത മറ്റൊരു ഡ്രൈവർ ഫാദറിനെ തിരിച്ചറിഞ്ഞത് കേസിന് ഗുണം ചെയ്തു. അതുപോലെ ഈ കൃത്യത്തിന് ശേഷം ഫാദർ ഓണംകുളം ഒറ്റയ്ക്ക് റാന്നി ടൗണിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ നിന്നും തിരുവല്ലയ്ക്ക് പോകാൻ ഒരു ടാക്സി എടുത്തിരുന്നു. ടാക്സി എന്ന് പറയാൻ പറ്റില്ല, അന്ന് പ്രൈവറ്റ് കാറുകളാണ് പലപ്പോഴും ടാക്സിയായി ലഭിക്കുക. മാത്രമല്ല, ഇത് രാത്രി 12 മണി കഴിഞ്ഞ സമയവുമായിരുന്നു. അതിന്റെ ഡ്രൈവറും പ്രോസിക്യൂഷന് അനുകൂലമായ മൊഴി നൽകി. അവർ നൽകിയ മറ്റൊരു പ്രധാന വിവരം കൂടി കോടതി രേഖപ്പെടുത്തി. പ്രസ്തുത ഡ്രൈവർ ഓട്ടം കഴിഞ്ഞ് ഒറ്റയ്ക്ക് തിരിച്ചു വരണ്ടല്ലോ എന്ന് കരുതി ഒരു സുഹൃത്തിനെയും ഒപ്പം കൂട്ടിയിരുന്നു. അവർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറുകയും 9 രൂപ 20 പൈസയ്ക്ക് 10 ലിറ്റർ പെട്രോൾ അടിക്കുകയും ചെയ്തു. ഫാദർ 10 രൂപ നൽകി. എന്നാൽ ബാക്കി 80 പൈസ ചില്ലറയില്ലായിരുന്നു. അത് വേണ്ടെന്ന് ഫാദർ പറഞ്ഞത് ഈ ഡ്രൈവറും സുഹൃത്തും ഓർക്കുകയും
അവർ ആ ദയാമനസ്കനായ വൈദികന്റെ മുഖം ഓർത്തു വയ്ക്കുകയും ചെയ്തു. പിന്നീട് ആ പെട്രോൾ ബങ്കിലെ ജീവനക്കാരനും അച്ഛനെ തിരിച്ചറിഞ്ഞു. തിരുവല്ലയിൽ നിന്നും മറ്റൊരു കാർ വാടകയ്ക്കെടുത്താണ് ഫാദർ ചങ്ങനാശ്ശേരിക്ക് പോയത്. ആ വാഹനത്തിൽ ചങ്ങനാശ്ശേരി അരമനപ്പടിയിൽ അദ്ദേഹം എത്തുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാക്ഷിമൊഴിയുടെ പിൻബലമുണ്ട്. എന്നാൽ അച്ഛനാണ് കൊന്നത് എന്നാരും കണ്ടിട്ടില്ല. തെളിവുകളും സാക്ഷികളും ഫാദറിനെതിരാണ് താനും. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരെയും പോസ്റ്റ്മോർട്ടം നടത്തിയ സർജനെയും വിചാരണ ചെയ്തു. കാര്യങ്ങൾ ബോധ്യപ്പെട്ട ജഡ്ജി അന്നത്തെ ക്രിമിനൽ നിയമപ്രകാരമുള്ള ശിക്ഷ വിധിച്ചു. ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിന് മരണശിക്ഷ നൽകണം. മരണം വരെ തൂക്കിലേറ്റാൻ കോടതി ഉത്തരവായി. ശേഷം കുഞ്ഞിരാമൻ വൈദ്യർ എന്ന ആ ജഡ്ജി ഒരു ആചാരമെന്ന പോലെ പേനയുടെ നിബ് കുത്തി ഒടിച്ചു കളഞ്ഞു. അതായത് ആ വിധി അന്തിമമാണ്, തിരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. കേസ് ഹൈക്കോടതിയിലെത്തി. ക്രിമിനൽ വക്കീലായ KT തോമസിന് പുറമെ സുപ്രീം കോടതിയിൽ നിന്നും ASR ചാരി എന്ന വൻകിട ക്രിമിനൽ വക്കീലും എത്തിയിരുന്നു. ചാരി 2 കാര്യങ്ങൾ വാദിച്ചു. 1, കത്തി കണ്ടെടുത്ത രീതിയിലെ അപാകത. 2, മറിയക്കുട്ടിയുടെ അമ്മയും മകളും ഈ ഫാദർ ഓണംകുളത്തിനെ മുമ്പ് കണ്ടിട്ടില്ല എന്ന പോയിന്റ്. എന്തായാലും ഹൈക്കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി. ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിനെ വെറുതെ വിട്ടു. അദ്ദേഹം ജയിൽ മോചിതനായി. സഭ അയാളെ കന്യാകുമാരിയിലേക്ക് അയച്ചു. ഒരുതരം വിശ്രമ ജീവിതമാണ് സഭ കൽപ്പിച്ചു നൽകിയത്. കാരണം കോടതി വെറുതെ വിട്ടെങ്കിലും മറ്റൊരു ഇടവകയിലേക്ക് ഓണംകുളത്തെ വൈദികനായി വിടാൻ സഭയ്ക്ക് ധൈര്യം പോരായിരുന്നു. ഏറെ നാൾ അവിടെ കഴിച്ചുകൂട്ടിയതിനു ശേഷം പ്രായമായപ്പോൾ മുടിയൂർക്കരയിൽ പ്രായമായ അച്ഛന്മാരെ താമസിപ്പിക്കുന്ന പ്രീസ്റ്റ് ഹോമിലേക്ക് ഫാദറിനെ മാറ്റി. അവിടെ വെച്ചാണ് ഈ കേസിൽ വീണ്ടും ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. ഒരു ദിവസം ഫാദർ ബെനഡിക്റ്റിനെ കാണാനായി ഈ വൃദ്ധസദനത്തിൽ 2 പേർ എത്തുന്നു. അവർ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഡോക്ടറുടെ മക്കളാണ്. അവിടുത്തെ ഒരു മുതലാളിയിൽ നിന്നും ഗർഭം ധരിച്ച മറിയക്കുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കവേ തങ്ങളുടെ പിതാവിന്റെ കൈപ്പിഴവ് കൊണ്ടാണ് മറിയക്കുട്ടി മരിച്ചതെന്നും നിലവിൽ ഈ ഡോക്ടർ മരിച്ചുപോയെന്നും അവർ ഫാദറിനോട് പറഞ്ഞത്രേ. അച്ഛൻ അവരോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കി. തൽക്കാലം ആരോടും അദ്ദേഹം അത് പറഞ്ഞതുമില്ല. ഇത് 2000 ആണ്ട് ജനുവരിയിലാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഈ വാർത്ത ചില പത്രങ്ങളിൽ വന്നു. മംഗളവും മനോരമയും അച്ഛനെ നിരപരാധിയാക്കി. മറ്റു പത്രങ്ങൾ അതിന് ധൈര്യം കാട്ടിയില്ല. കാരണം സാക്ഷിമൊഴികളും വസ്തുതകളും മറ്റൊന്നായിരുന്നല്ലോ. എന്തായാലും കുറച്ചു നാളുകൾക്ക് ശേഷം ഫാദർ ബെനഡിക്ട് അന്തരിച്ചു. ഇന്ന് നിരവധി വിശ്വാസികൾ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ, അദ്ദേഹത്തിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുക പോലും പതിവാണ്. പലരും ഈ കഥ പരമാവധി പ്രചരിപ്പിച്ചുവെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യർ അതപ്പാടെ വിഴുങ്ങിയില്ല. അവർ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ചു. വന്നു എന്ന് പറയുന്ന ആ ഡോക്ടറുടെ മക്കൾ എവിടെ? പോസ്റ്റ്മോർട്ടം സമയത്ത് മറിയക്കുട്ടി പ്രഗ്നന്റ് അല്ലായിരുന്നു. ഇല്ലാത്ത ഗർഭം ഇവരെന്തിന് അലസിപ്പിക്കാൻ ശ്രമിച്ചു? അബദ്ധത്തിൽ മരിച്ച അവരുടെ ദേഹത്ത് നിറയെ കത്തിക്കുത്തിന്റെ പാടുകൾ വന്നത് എങ്ങനെ? അവരുടെ മുഖം കല്ലുകൊണ്ട് ഇടിച്ചു തകർത്തത് ആരാണ്? ഇവരെ കണ്ട ഇത്രയധികം ദൃക്സാക്ഷികൾ കള്ളം പറയുകയാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും അച്ഛനെ അനുകൂലിക്കുന്നവർക്ക് ഉത്തരമില്ല. വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ എളുപ്പമാണ്. അതുതന്നെയാണ് എല്ലാ മതങ്ങളും ചെയ്യുന്നതും. നാളെ ഫാദർ ബെനഡിക്ട് പുണ്യാളനായി നമ്മുടെ മുമ്പിൽ വന്നേക്കാം. നമ്മുടെ വരും തലമുറകൾ ഈ കഥകൾ ഒന്നും അറിയാതെ ആ പുണ്യാളനെ വണങ്ങിയേക്കാം.